അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കിന്ന് എടുക്കാനുള്ളത് ഇവിടെ നിന്നാണ് അല്ലേ. അപ്പോൾ ഈ സൂറത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു ഇദ്ഗാം ബിഗുന്നയുണ്ട്. സാക്കിനായ നൂന് ശേഷം നൂന് വന്നു. പിന്നെ ഇവിടെ ഒരു ശബ്ദമുള്ള നൂനുണ്ട്, ആ നൂനിനെ മണിക്കണം. ഇവിടെ ഒരു മദ് മുൻഫസിലുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം തൊട്ടടുത്ത് കലിമത്തിൽ ഹംസ വന്നു. ഇവിടെ ഒരു ശബ്ദമുള്ള നൂനിനെ അതേ മണിക്കണം കേട്ടോ. നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواه إنه لا يفلح الظالمون. ഇനി അടുത്ത ആയത്തിൽ ഇവിടെ ശബ്ദമുള്ള നൂന് വരുന്നുണ്ട്. ആ മീമിനെ മണിക്കുക. ശബ്ദമുള്ള മീം കേട്ടോ. ശബ്ദമുള്ള മീമിനെ മണിക്കണം. ഇവിടെ ഒരു ശബ്ദമുള്ള മീമുണ്ട്, അതിനെ മണിക്കണം. ഇവിടെ ഒരു മദ് മുൻഫസിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇദ്ഗാമും ബിലാവുന്നെ വരുന്നുണ്ട്. സാക്കിനായ നൂനിന് ശേഷം ലാമ് റാ വന്നാൽ ഇദ്ഗാം ബിലാവുന്നെയാണ്. ഇവിടെ റാ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മദ് മുത്തസിലാണ്. മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിലാണ് ഹംസ വന്നത്. ഇവിടെയും ഒരു മദ് മുത്തസിലാണ്. മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഹംസ വന്നു. ഇവിടെ ഒരു ശബ്ദമുള്ള നൂന് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. إنه لا يفلح بسم الله الرحمن الرحيم. ولقد همت به وهم بها لولا أن رأى برهان ربه كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين. പിന്നെ അടുത്ത ആയത്തിൽ ഇവിടെ വരുന്നത് ഒരു ഇദ്ഗാമും ഒരു ഇഖ്ഫ ആണ്. സാക്കിനായ നൂനിന് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരമായ ദാൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ തൻവീനിന് ശേഷം വാവ് വന്നതുകൊണ്ട് ഇദ്ഗാമും ബിഗുന്ന ഇവിടെ മണിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു മദ് മുത്തസിൽ വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഹംസ വന്നു. ഇവിടെയും അങ്ങനെ തന്നെ മദ് മുത്തസിൽ. നോക്കാം. واستبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم. അടുത്ത ആയത്തിൽ കൂടെ വരുന്നത് ഒരു ഇദ്ഗാമും ബിഗുന്ന വരുന്നുണ്ട് കേട്ടോ. മണിക്കണം. അൻ നഫ്സി ഇവിടെ അങ്ങനെ തന്നെ ഷാഹിദും മിൻ ഇദ്ഗാമും ബിഗുന്നയാണ്. ഇവിടെ ഇഖ്ഫാ ഇൻ കാന മിൻ ഖുബുലിൻ ഫ രണ്ട് സ്ഥലത്തും ഇഖ്ഫാ ആണ്. قال هي راودتني عن نفسي وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت وهو من الكاذبين. അടുത്തത് ഇവിടെ ഇഖ്ഫാ സാക്കിനായ നൂനിന് ശേഷം കാഫ് വന്നുകൊണ്ട് ഇഖ്ഫാ ആണ്. ഇവിടെയും ഇഖ്ഫാ, അതിൻ്റെ തൊട്ടടുത്ത് ഇഖ്ഫാ കേട്ടോ. وإن كان قميصه قد من دبر فكذبت وهو من الصادقين. ഇവിടെ ഒരു ഇദ്ഗാമും ബിഗുന്നയാണ്. ശബ്ദമുള്ള മീം വന്നുകൊണ്ട് ഇദ്ഗാം ബിഗുന്നല്ല. അവിടെ എന്ത് ചെയ്യണം? മീമിനെ മണിക്കണം. അതുപോലെ തന്നെ ഇവിടെ ശബ്ദമുള്ള നൂന് വന്നുകൊണ്ട് അതിനെ മണിക്കണം. ഇവിടെ
സാക്കിനായ നൂനിന് ശേഷം കാഫ് വന്നു ഇഖ്ഫാ, ഇവിടെ ശദ്ദുള്ള നൂന്, ഇവിടെ ശദ്ദുള്ള നൂന്, ഇവിടെ ശദ്ദുള്ള നൂന്, മൂന്നും മണിക്കണം കേട്ടോ. فلما رأى قميصه قد من دبر قال إنه من كيدكن إن كيدكن عظيم. അടുത്ത ഇവിടെ വരുന്നത് ഈ ആയത്തിൽ വരുന്നത് ഇവിടെ ഒരു ഇഖ്ലാബ് വരുന്നുണ്ട്. സാക്കിനായ നൂനേശം ബാ വന്നാൽ ഈ നൂനിനെ മീമാക്കി മറിച്ചു ഓതാം. ലിദംബിക്ക് അങ്ങനെ ഓതാം കേട്ടോ. ലിദംബിക്ക് ഇവിടെ ഒരു ശബ്ദമുള്ള നൂന് വന്നിട്ടുണ്ട്, ഇവിടെ മണിക്കണം. ഇവിടെ ഇഖ്ഫ വന്നിട്ടുണ്ട്. സാക്കിനായ നൂനേശം താവ്. യൂസുഫ് അഅ്രിദ് അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബികി ഇന്നകി കുന്തി മിനൽ ഖാതിഈൻ. അടുത്ത ഇവിടെ വരുന്നത് ഇഖ്ഫ ആണ്. തൻവീന് ശേഷം ഫാ വന്നു. ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. സാക്കിനായ നൂനിന് ശേഷം നൂന് വന്നു, ഇവിടെ ശദ്ദുള്ള നൂന്, ഇവിടെ തൻവീന് ശേഷം മീം വന്നു. ഇദ്ഗാം ബിഗുന്ന. وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين. എൻ്റെ കൂടെ ഒരു പ്രാവശ്യം നോക്കട്ടോ. بسم الله الرحمن الرحيم. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواه إنه لا يفلح الظالمون. ولقد همت به وهم بها لولا أن رأى برهان ربه كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين. واستبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم. قال هي راودتني عن نفسي وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت وهو من الكاذبين وإن كان قميصه قد من دبر فكذبت وهو من الصادقين. فلما رأى قميصه قد من دبر قال إنه من كيدكن إن كيدكن عظيم. يوسف أعرض عن هذا واستغفري لذنبك إنك كنت من الخاطئين. وقال نسوة في المدينة امرأة العزيز تراودها فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين. تقبل الله. صدق الله العلي العظيم وصدق وبلغ على رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് 2-3 പ്രാവശ്യം കേട്ട് പഠിച്ച് വോയിസ് അയക്കാനുണ്ട് എല്ലാവരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.